ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് കായ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏത്തയ്ക്ക ഒരെണ്ണം ചെറുതായിട്ട് നുറുക്കിയെടുത്തത്, 4ആയിട്ട് കീറി നുറുക്കിയെടുത്തത്, 3 മുട്ട ആവശ്യമുണ്ട്, 3 ചെറിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് 3 ഏലക്കയുടെ അരി എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി കപ്പലണ്ടി ഉണക്കമുന്തിരിയും വേണം, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കപ്പലണ്ടി ഉണക്കമുന്തിരി നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇത് നന്നായിട്ട് നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കപ്പലണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കണം. നന്നായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് മൂക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. എന്നാലും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കപ്പലണ്ടിയും കൂടെ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ നമ്മൾ മൂപ്പിച്ച് കോരിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ നമ്മൾ ഏത്തയ്ക്ക നുറുക്കി വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. കുഴഞ്ഞു പോകാൻ പാടില്ല, വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി വേവിച്ച് എടുക്കാം നമുക്ക്. ഞാനതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴത്തിന് മധുരം കുറവാണെന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയും ഏലക്കായുടെ അരിയും കൂടി ചേർത്ത് ഒന്നും പൊടിച്ചെടുത്തിട്ട് 3 മുട്ടയും കൂടി ചേർത്ത് ഇതുപോലെ അടിച്ച് എടുക്കാം. പാലും കൂടി ചേർത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കായ വേവിച്ചതും കൂടി അതിലോട്ട് ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ഒരു വശം നന്നായിട്ട് കുക്കായി വരണം, നന്നായിട്ട് വേവണം. നമുക്കത് അകത്തിറങ്ങി നിൽക്കുന്ന അടപ്പായതുകൊണ്ട് ഞാനതൊന്ന് അടപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനിവിടെ ഇതിങ്ങനെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി മുന്തിരിയെല്ലാം ചേർത്ത് കൊടുത്തു. ഇത് വേറൊരു പാനിലേക്ക് ഞാൻ തിരിച്ചിട്ടു. കുറച്ച് സമയം വെച്ചപ്പോഴേക്കും വെന്തിട്ടുണ്ട്. ഇത് നല്ല കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.